ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ നമ്മൾ സേമിയായിരുന്നു, ഇന്നൊരു മീൻ കറിയാണ്. അപ്പം നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും. ചിലർ സ്പൂൺ കണക്കാണ് പറയുന്നത് കേട്ടോ, 1 സ്പൂണ് 2 സ്പൂൺ അങ്ങനെ സ്പൂൺ കണക്ക് പറയും. അപ്പം ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് സ്പൂൺ കണക്ക് പറയാൻ അറിയത്തില്ല. ഒരു 2.5 സ്പൂൺ ഓളം ഏകദേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചിടും. ചിലർ സ്ലൈസ് ആയിട്ടാണ് ഇടുന്നത്, ഞാനിവിടെ ചതച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചതച്ചിട്ടുമ്പം ഒന്നുകൂടെ നല്ലൊരു കൊഴുത്ത ഒരു ഇത് കിട്ടും മീൻ കറിക്ക്. അപ്പം നല്ലപോലെ അത് ഇളക്കണം എന്ന് വെച്ചാൽ അടുക്കി പിടിക്കാതെ നല്ലപോലെ അത് ഇളക്കണം. ചിലപ്പം ഈ ഇതൊക്കെ ആയതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പില കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. അതിനുശേഷം അതിലേക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന മീൻ പുളി ഇട്ടു. അതിനുശേഷം നല്ലപോലെ ഇളക്കണം. ഇപ്പം മീൻകാർ വന്നതുകൊണ്ടാണ് ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കുന്നത് കേട്ടോ. അപ്പം നല്ലപോലെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ നമ്മളെ എരിയുള്ള മുളക് പൊടി ഇല്ലേ, ചിലർ കാശ്മീരി ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഞങ്ങളിവിടെ കാശ്മീരി അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ 2.5 ടീസ്പൂൺ മുളക് പൊടി ഇടും. മുളക് പൊടി ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ചിലരൊന്നും മല്ലിപ്പൊടി അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങളൊക്കെ മല്ലിപ്പൊടി ഉപയോഗിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അപ്പം ഇത് മൂന്നും കൂടെ നല്ലപോലെ ഇളക്കണം. ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതിരിക്കല്, കാരണം അടുക്കി പിടിക്കും, പൊടിയാണ്. അപ്പൊ നല്ലപോലെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം സാധാരണ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ മീൻകറിക്കും ചിക്കൻ കറിക്കാണെങ്കിലും ചൂടുവെള്ളം, നല്ല തിളച്ച് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇച്ചിരി നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിക്കും. വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കും. അതായത് നമ്മുടെ എണ്ണമയൊക്കെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കും. പിന്നെ അതിനുശേഷം അതിലേക്ക് വീണ്ടും നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ അതിനകത്തിലെ കട്ടയെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കണം. കാരണം മുളകുപൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ചെറുതായിട്ട് കട്ടിയൊക്കെ ആവുമല്ലോ. അപ്പോൾ ആ കട്ടിയൊക്കെ ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. ഇടയ്ക്ക് സൗണ്ടൊക്കെ വരുന്നുണ്ട്, കാരണം മീൻ വണ്ടിയൊക്കെ റോഡ് സൈഡ് ആയതുകൊണ്ട് മീൻ വണ്ടി എപ്പോഴും പോകുന്നൊരു ഏരിയ കേട്ടോ, റോഡ് സൈഡാണ് വീട്. അപ്പോൾ ആ നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഉലുവാപ്പൊടി ആണ് ഇടേണ്ടത്. കാരണം ഞാൻ ഇതിനു മുമ്പ് ചെറുതായിട്ടൊന്ന് ഉലുവാപ്പൊടി ഇട്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അപ്പോൾ ചെറുതായിട്ട് ഉലുവാപ്പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇന്ന് വെക്കുന്നത് അയലക്കറിയാണ്. ഞങ്ങൾ ഇന്നലെ പോയി മേടിച്ച മീനാണ്, നല്ല ഫ്രഷ് മീനാണ്. കാരണം ഞങ്ങൾക്കിവിടെ താഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല ഫ്രഷ് മീൻ കിട്ടും. ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഫ്രഷ് മീനാണ് വരുന്നത്. അപ്പം അയലക്കറിയാണ് ഇന്നിവിടെ വെക്കുന്നത്. അപ്പം മീൻ അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഒത്തിരി ഇളക്കരുത് കേട്ടോ, മീൻ പൊടിഞ്ഞു പോകും. ഏത് മീനാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി. കാരണം ഒത്തിരി നമ്മൾ ഇളക്കരുത്. മീനൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി അതിനകത്തിൽ ആ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ എല്ലാം നല്ലപോലെ അതിലേക്ക് വരും. അതിനുശേഷം അവസാനം നമ്മുടെ മീൻകറി ഇങ്ങനെയാണ് വരുന്നത്, നല്ലപോലെ കുറുകിയെടുക്കും. അപ്പോൾ അവസാനം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതാണ് ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ മീൻകറി. അപ്പോൾ താങ്ക് യു സോ മച്ച്. വാച്ച് ദ വീഡിയോ.